നമസ്കാരം. കെഎസ്ആർടിസിയിലെ ഒഴിവുകളിലേക്ക് PSC മുഖേന നിയമന നടപടികൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ KSRTC CMDയുടെയും മറ്റുന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമായത്. യോഗത്തിൽ KSRTCയുടെ പ്രവർത്തനങ്ങൾ, സേവന വിപുലീകരണം, ഭരണ സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. അന്നമനട പൊറക്കുളം തോട്ടിൽ മലിനജലം ഒഴുകിയെത്തുന്നതായി പരാതി. തോട്ടിലെ ജലം കിണറുകളിലേക്കും എത്തുന്ന സാഹചര്യത്തിൽ സാംക്രമിക രോഗഭീഷണിയും ശക്തമായി. കാലാവസ്ഥാ വ്യതിയാനത്തിനിടെ തൃശൂരിൽ പനിബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. വേനൽ മഴയും കടുത്ത ചൂടും മാറി മാറി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ദിവസേന 500-ലേറെ പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. മതിലകം കഴിവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്ന നിലയിലാണ്. വിശദമായ വാർത്തകളിലേക്ക്. അന്നമനട പൊറക്കുളം തോട്ടിൽ മലിനജലം ഒഴുകിയെത്തുന്നതായി പരാതി. കറുത്ത നിറത്തിലും ദുർഗന്ധത്തോടെയും ഒഴുകുന്ന വെള്ളം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുകയാണ്. തോട്ടിലെ ജലം കിണറുകളിലേക്കും എത്തുന്ന സാഹചര്യത്തിൽ സാംക്രമിക രോഗഭീഷണിയും ശക്തമായിട്ടുണ്ട്. അന്നമനട പഞ്ചായത്തിലെ പൊറക്കുളം തോട്ടിലാണ് മലിനജലം ഒഴുകുന്നതായി നാട്ടുകാർ പരാതി ഉയർത്തുന്നത്. കറുത്ത നിറത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് രൂക്ഷമായ ദുർഗന്ധവും പാട കെട്ടിക്കിടക്കുന്ന അവസ്ഥയും ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. അന്നമനട പഞ്ചായത്തിലെ 17, 18, 19 വാർഡുകളിലെ നിരവധി കിണറുകളിലേക്ക് ഈ തോട്ടിൽ നിന്നുള്ള നീരുറവയാണ് എത്തുന്നത്. ജനങ്ങൾ നിത്യോപയോഗത്തിനായി ആശ്രയിക്കുന്ന കിണറുകളിലേക്ക് മലിനജലം എത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകുമോ എന്ന ഭീതിയും ശക്തമാണ്. തോട്ടിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും പുല്ലും പായലും നിറഞ്ഞുകിടക്കുകയാണ്. വെള്ളം പൂർണ്ണമായും മലിനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തോട് ശുചീകരണത്തിനായി ഏകദേശം 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും അത് ഫലപ്രദമായി വിനിയോഗിച്ചില്ലെന്നാണ് പഞ്ചായത്ത് അംഗങ്ങളായ ML ബാബുവും ബിനേഷും മീഡിയ ടൈമിനോട് പ്രതികരിച്ചത്. ആരോ ഈ മഴയുടെ മറവിൽ മുകളിൽ നിന്നും ഒഴുക്കിവിട്ട ഏതോ മലിന വസ്തുക്കളടക്കം ഇവിടെ വന്ന് പൊറക്കുളം ഭാഗത്ത് വന്ന് ചേർന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല. ഇത് വളരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ മേലടൂര് 17, 18, 19 വാർഡുകളുടെ ജനങ്ങൾ ഇവിടെ കിണറുകളിലേക്ക് ഇതിൻ്റെ നീരുറവയാണ് ഒഴുകി എത്തി കിണറുകളിലൂടെ നമ്മൾ വെള്ളം വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ അന്നമനട പഞ്ചായത്തിൻ്റെ മാത്രമല്ല, കൂഴൂർ, മാള പഞ്ചായത്തുകളുടെ കൂടി അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വെള്ളം വളരെ മലിനമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഭരണസമിതി, അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി തോടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും അനുവദിച്ച് അതിൻ്റെ എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞാണ്. പക്ഷേ അതിൽ 1 രൂപ പോലും ചിലവാക്കാതെ ആ ഫണ്ട് ഇപ്പോഴും പഞ്ചായത്തിൻ്റെ ഇതിൽ ചിലവായി കിടക്കുകയാണ്. അന്നമനട, കുഴൂർ, മാള പഞ്ചായത്തുകളിലൂടെ ഒഴുകിപ്പോകുന്ന എക്കാട്ടിത്തോട് വൻ തോട്ടിലേക്ക് ചേരുന്നതിനാൽ നിരവധി കർഷകരും ഈ ജലമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ജലം മലിനമായതോടെ പ്രദേശവാസികൾക്കും കർഷകർക്കും ഒരുപോലെ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. തോട് അടിയന്തരമായി ശുചീകരിക്കണമെന്നും മലിനജലം എത്തുന്നതിന്റെ ഉറവിടം കണ്ടെത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. തൃശൂരിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനിടെ പനിബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. വേനൽ മഴയും കടുത്ത ചൂടും മാറി മാറി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ദിവസേന 500-ലേറെ പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 3924 പേർക്ക് പനി റിപ്പോർട്ട് ചെയ്തതായി ഔദ്യോഗിക കണക്ക്. ഇതിൽ 29 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന പനിനിരക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഖപ്പെടുത്തിയത്. അന്നേ ദിവസം മാത്രം 698 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ചൊവ്വാഴ്ച 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതും ആരോഗ്യവകുപ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സാധാരണ വൈറൽ പനിക്ക് പുറമെ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 76 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതിൽ 12 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ 3 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തു. എലിപ്പനി ലക്ഷണങ്ങളോടെ 9 പേർ ചികിത്സ തേടിയതിൽ 7 പേരെ അഡ്മിറ്റ് ചെയ്തു. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ 7 പേർക്കും ഇൻഫ്ലുവൻസ 10 പേർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ നിലവിൽ അസാധാരണ സാഹചര്യമില്ലെന്നും മഴ ശക്തമാകുമ്പോഴാണ് സാധാരണയായി പനിക്കേസുകൾ വർദ്ധിക്കുന്നതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മറ്റു പകർച്ചവ്യാധികളുടെയും കണക്കുകൾ കാര്യമായി ഉയർന്നിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. മീഡിയ ടൈം, തൃശൂർ. മതിലകം കഴിവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്ന നിലയിലാണ്. കഴിവിലങ്ങ് മഹാദേവ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രം ജീവനക്കാർ നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായുള്ള 7 ഭണ്ഡാരങ്ങളാണ് കവർന്നത്. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാലത്ത് നട തുറക്കുമ്പോഴേ നമ്മൾ 5 മണിക്കാണ് നട തുറക്കില്ല. അപ്പോൾ 5 മണിക്ക് നട തുറക്കുമ്പോൾ കയറിയപ്പോഴാണ് ഇങ്ങനെ ആള് സ്വാമിയുടെ മോൻ അത് ഭണ്ഡാരം ഇങ്ങനെ ഇതായിക്ക് എടുക്കണമെന്ന്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ കൗണ്ടറിലുള്ള ഒരാളാണ്, സുധാരനോട് പറഞ്ഞു. അങ്ങനെ അപ്പോൾ സുധാരൻ വന്നിങ്ങനെ ഓരോന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ നാഗങ്ങളുടെ അവിടുത്തെ പോയി ഗണപതിയുടെ പൊളിച്ചിട്ടുണ്ട്. മെയിൻ ഭണ്ഡാരം നമ്മൾ തൊട്ടിട്ടില്ല. അത് സരസ്വതിയുടെ അവിടുത്തെ പോയിട്ടുണ്ട്. പിന്നെ 2 മതിലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, അത് 2ഉം പൊളിച്ചു. അതിങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കി വന്നപ്പോഴാണ് ഓരോന്ന് കണ്ടതെന്ന് മാത്രം. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് സംഘടിപ്പിച്ച നിർഭയ നിശ ശ്രദ്ധേയമാകുന്നു. അർദ്ധരാത്രിയിലും പുലർച്ചെയിലും ഒറ്റപ്പെട്ടവർക്കും വീട് വിട്ടിറങ്ങിയവർക്കും തുണയായി മാറിയത് പിങ്ക് പോലീസിന്റെ സമയോചിത ഇടപെടലുകളാണ്. തൃശൂർ റൂറൽ ജില്ലയിൽ നടന്ന വിവിധ സംഭവങ്ങളിൽ നിരവധി പേരെ സുരക്ഷാ സ്ഥാനങ്ങളിൽ എത്തിക്കാനും കുടുംബങ്ങളുമായി ചേർക്കാനും പോലീസിന് സാധിച്ചു. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് ഭയരഹിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് നടപ്പിലാക്കിയ നിർഭയ നിശ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ പിങ്ക് പോലീസിന്റെ സജീവ ഇടപെടലുകൾ ശ്രദ്ധേയമായി. മാളയിൽ വീട്ടുകാരുമായി പിണങ്ങി പുലർച്ചെ വീട് വിട്ടിറങ്ങിയ സ്ത്രീയെ പിങ്ക് പോലീസ് കണ്ടെത്തി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ സുരക്ഷിതമായി പാർപ്പിച്ചു. ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ അർദ്ധരാത്രിയിൽ കണ്ടെത്തിയ യുവതിയെയും യുവാവിനെയും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. കൊടുങ്ങല്ലൂരിൽ കാണാതായ 15 വയസ്സുകാരിയെ പുലർച്ചെ കണ്ടെത്തിയ പിങ്ക് പോലീസ് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പിതാവിനൊപ്പം വിട്ടയച്ചു. പാടാക്കുളത്തും ചന്തപ്പുരയിലും വഴിതെറ്റി ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വയോധികരെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാനും പോലീസിന് സാധിച്ചു. കാട്ടൂരിൽ വാഹനത്തിൽ കയറാൻ വിസമ്മതിച്ച് രാത്രിയിൽ നടന്നുപോയ സ്ത്രീയെ പോലീസ് സംഘം വാഹനത്തിൽ കാവലായി പിന്തുടർന്ന് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. ഇരിങ്ങാലക്കുടയിൽ മദ്യപിച്ച് ഭർത്താവിനൊപ്പം വഴിയിൽ കുടുങ്ങിയ വീട്ടമ്മയ്ക്ക് സഹായം നൽകി പിങ്ക് പോലീസ് സുരക്ഷിത യാത്ര ഉറപ്പാക്കി. വീട് വിട്ടിറങ്ങിയ യുവതികളെയും പെൺകുട്ടികളെയും കണ്ടെത്തി സഖി വൺ സ്റ്റോപ്പ് സെന്ററുകളിലേക്കോ കുടുംബങ്ങളിലേക്കോ സുരക്ഷിതമായി മാറ്റിയ സംഭവങ്ങളും രാത്രികാല പട്രോളിംഗിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച സംഭവത്തിലും പിങ്ക് പോലീസിന്റെ സമയോചിത ഇടപെടൽ വൻ അപകടം ഒഴിവാക്കി. KSEB അധികൃതരെ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ട്രാഫിക് നിയന്ത്രിക്കുകയും ചെയ്തതോടെയാണ് ദുരന്ത സാധ്യത ഒഴിവായത്. അടിയന്തര സാഹചര്യങ്ങളിൽ സമയഭേദമില്ലാതെ വനിതാ പോലീസ് സംഘം സ്ഥലത്തെത്തി സേവനം ഉറപ്പാക്കുന്നുണ്ടെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാല സുരക്ഷയും അടിയന്തര സഹായവും നൽകാൻ പിങ്ക് പോലീസ് സദാ സന്നദ്ധരാണെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പ്രത്യേക പ്രാർത്ഥനകളും ഉളുഹിയത്ത് കർമ്മങ്ങളും നടന്നു. മാള മേഖലയിലും വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത്. ത്യാഗത്തിന്റെയും വിശ്വാസ സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ മകൻ ഇസ്മായിലിനെ ദൈവപ്രീതിക്കായി ബലിയർപ്പിക്കാൻ തയ്യാറായ സംഭവത്തിന്റെ സ്മരണയായാണ് ബലിപെരുന്നാൾ. വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും പ്രതീകമായ ഈ ദിനം ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാന ആഘോഷം കൂടിയാണ്. പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും നാൽക്കാലികളെ ബലിയർപ്പിച്ചതിന്റെ മാംസം കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആവശ്യക്കാരുമായും പങ്കുവയ്ക്കുകയും ചെയ്തു. വിവിധ ജമാഅത്ത് കമ്മിറ്റികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പ്രദേശങ്ങളിലാകെ ഉളുഹിയത്ത് കർമ്മങ്ങളും സംഘടിപ്പിച്ചു. പള്ളികളിലും പ്രധാന കേന്ദ്രങ്ങളിലുമായി ഈദ് നമസ്കാരം നടന്നു. കൊപ്രക്കളം ജാമിയ ബുസ്താൻ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സാബിർ മൗലവി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന നമസ്കാരത്തിന് ഇമാം MI അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി. മാള മഹല്ലിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഇമാം സുബൈർ മന്നാനി നേതൃത്വം നൽകി. മാള മഹല്ലിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഇമാം സുബൈർ മന്നാനി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മീഡിയ ടൈം, മാള.
ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് യുവജനക്ഷേമം കായികം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി, മഹല്ല് ജോയിന്റ് സെക്രട്ടറി നൌഷാദ്, ട്രഷറർ ഹൈദരലി, മറ്റ് ചേരമാൻ മഹല്ല് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. എല്ലാ വിശ്വാസികൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന മന്ത്രി ചേരമാൻ ജുമാ മസ്ജിദിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് അറിയിച്ചു. ഏഷ്യയിലെ തന്നെ ആദ്യ മുസ്ലിം പള്ളിയാണ് ചേരമാൻ പള്ളി എന്ന് പറയുന്നത്. ഇന്ന് ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്നും കൂടിയായ ഈ പള്ളി നിലനിൽക്കുന്നത് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പെരുന്നാൾ ദിനത്തിലൂടേക്ക് കടന്നു വരാൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ കമ്മിറ്റി ഭാരവാഹികളുമായിട്ടുള്ള സംസാരിക്കുകയും ചെയ്തു. ഇവിടെ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ കൂടി ഒരു പങ്കുവച്ചു. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചെയ്യാൻ കഴിയുന്ന എല്ലാ വിധങ്ങളായ ഇടപെടലുകളും കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉറപ്പുകൊടുത്ത കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളി, ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളി, അത് സംരക്ഷിക്കുന്നതിനും അതിൻ്റെ എല്ലാ തരത്തിലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും ഇവിടെ എല്ലാ വിധത്തിലുള്ള ഇടപെടലുകൂടി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ കൂടി നൽകുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ES സാബു, PV രമണൻ, സേവ്യർ പങ്കേത്ത്, KS കമറുദ്ദീൻ, KP സുനിൽകുമാർ, സനിൽ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവദാസൻ കനീസിയു സച്ചിന്റെ രൂപതാതല അന്വേഷണങ്ങളുടെ സമാപനം കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആശ്രമത്തിൽ നടന്നു. ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ, ഹൊസൂർ രൂപതാധ്യക്ഷൻ സെബാസ്റ്റ്യൻ പൊഴേലിപ്പറമ്പിൽ, ബിജനോർ മുൻ രൂപതാധ്യക്ഷൻ ജോൺ വടക്കേൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുവജനക്ഷേമ കായിക മന്ത്രി OJ ജനീഷ്, നിരവധി വിശ്വാസികൾ, സന്യസ്തർ എന്നിവർ പങ്കെടുത്തു. Declaration of the authenticity of documents. In the name of His Excellency Mar Poli Kannukadan, Bishop of Irinjalakuda, I accept officially the acts presented by the notary, Reverend Father Anto Chungat. I thank you, Father Anto, for your careful and dedicated work. We are all grateful to you for the work you have done. Let me also add a word of thanks to the adjunct notary, Reverend Father Sunny Puneri Paramil CMI, as well as the copies of Father Sindhu Nangini CMI, for having done well a very demanding and painstaking task. You deserve praise for your constancy and a sense of dedication. Thank you sincerely. And let me thank you, Reverend Father Johnson Manadan, the promoter of justice, for having checked all these numerous documents and declare your gratification. മാള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അണ്ണല്ലൂർ പഴുക്കര വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. 12 വർഷങ്ങൾക്ക് മുന്നേ ശ്രീ KV അബ്ദുൾ ഹമീദിന്റെ നേതൃത്വത്തിൽ, ശ്രീ NR വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ, ശ്രീ നജാഹിന്റെയും നമ്മുടെ എല്ലാവരുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ രൂപവും ഭാവവും മാറി. എന്താണ് പ്രിയപ്പെട്ടത് രൂപവും ഭാവവും മാറിയത്? 2012 മുന്നേ ഒരു വ്യാപാരി മരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജില്ലാ നേതാവ് മരിച്ചാൽ ഒരു റീത്ത് വയ്ക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സംഘടനയ്ക്ക്. ഇന്ന് ജില്ലയിലൊരു വ്യാപാരി മരിച്ചാൽ, ചാലക്കുടിയിലൊരു വ്യാപാരി മരിച്ചാൽ, ചേലക്കരയിലൊരു വ്യാപാരി പ്രാർത്ഥിച്ചിട്ട് പറയും, ഈശ്വര അദ്ദേഹത്തിന് എല്ലാവിധ നിത്യശാന്തി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 രൂപ നിക്ഷേപിക്കും. ആ 100 രൂപ നിക്ഷേപിക്കുമ്പോൾ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കും. യൂണിറ്റ് പ്രസിഡന്റ് സേവ്യർ കാര്യക്കാട്ട് അധ്യക്ഷത വഹിച്ചു. KI നജാഹ് മുഖ്യാതിഥിയായിരുന്നു. ജോസ് ചക്കാലമറ്റത്ത്, പ്രശാന്തൻ തോപ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വ്യാപാരത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ജോസ് പുതുശ്ശേരിയെ ആദരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ യൂണിറ്റ് അംഗത്തിന്റെ മകളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനട പൊറക്കുളം തോട്ടിൽ മലിനജലം ഒഴുകിയെത്തുന്നതായി പരാതി. തോട്ടിലെ ജലം കിണറുകളിലേക്കും എത്തുന്ന സാഹചര്യത്തിൽ സാംക്രമിക രോഗഭീഷണിയും ശക്തമായി.
കാലാവസ്ഥാ വ്യതിയാനത്തിനിടെ തൃശൂരിൽ പനിബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. വേനൽ മഴയും കടുത്ത ചൂടും മാറി മാറി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ദിവസേന 500-ലേറെ പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. മതിലകം കഴിവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്ന നിലയിലാണ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.